എന്താ ഒരു വല്ലാത്ത ചിരി? എന്ത് പറ്റി രണ്ടുപേർക്കും? ഹാപ്പി ക്രിസ്മസ് മൈ ഡിയർ ഏഞ്ചൽ. മേരി ക്രിസ്മസ്. എന്താ അത്? ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. താങ്ക് യു ആനിമ. ഐ ലവ് യു. ഏഞ്ചൽ, എബി വരുമ്പോ ഞങ്ങൾ നിന്നെ വിളിക്കും. ഇതണിഞ്ഞു വേണം നീ ഇറങ്ങി വരാൻ. ഡോക്ടറെ വിളിക്ക്. കിട്ടുന്നില്ല. നീ വേഗം ഒരു ടാക്സി വിളിക്ക്. Come on, fast. അനിമ, അയ്യോ കുരിശാല സാറേ, ഇതുവഴി പോവില്ല, ലിഫ്റ്റ് വഴി പോയാലോ? ഇതൊക്കെ ഒരു രസമല്ല ചേട്ടായി, ഞാനിപ്പോ വരാട്ടോ. നാട് റോഡിൽ നിന്നുള്ള അഭ്യാസം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഏഞ്ചൽ, അനിമ, ഓ സർപ്രൈസ് ആണോ? ഞാൻ വന്നു. അനിമ, മേഴ്സിയമ്മ, സർപ്രൈസ് വേണ്ട, ഞാൻ വന്നു. ആനിമ, മസിമ, ഞാൻ കണ്ടുപിടിക്കും. ഏഞ്ചൽ, 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 അനിമ, ഏഞ്ചൽ എവിടെ? ശരിക്കും സർപ്രൈസ് ആണല്ലേ? അനിമ, എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, വേഗം വാ. അനിമ, ഏഞ്ചൽ, ഒന്ന് പറ, ആരാ?
വന്നോ? ബേബി വരുമ്പോ സർപ്രൈസ് തരാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നതിന്റെയാ ഈ കാണുന്നത്. ഇയാളെന്താ ഇങ്ങനെ? മേഴ്സിമ എവിടെ? മേഴ്സിമ എവിടെ? മേഴ്സിമ Oh God! അവനാണ് സാറേ. വണ്ടിയിലോട്ട് കയറ്. എനിക്കൊന്നും അറിയില്ല. ഓടാ. നിന്ന് മഞ്ഞു കൊള്ളണ്ട. പെങ്ങന്മാരകത്തോട് ചെല്ല്. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? എന്റെ മാതാവേ, ചെറുതാ പിന്നെ വരുന്നുണ്ട്. എന്നാലും എന്റെ ഇച്ഛായ പുലിക്കൂട്ടിലേക്കാണല്ലോ എന്നെ കൊണ്ടുവന്നാക്കിയത്. ഇച്ചിരി നാറ്റം അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഈ കമ്പനിയിൽ എങ്ങാനും കിടന്നോളാം. എന്നിട്ട് ഹെൻറി നിന്നെ വല്ലതും ചെയ്തോ? പിന്നെ പുളിക്കും എന്റെ ദേഹത്തെങ്ങാനും തൊട്ട. ഇന്നലെ തന്നെ അവന്റെ പുളിച്ചു വർത്താനം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വന്നാ. പിന്നെ ഞാനങ്ങ് വിട്ടു. ആ, അത് നന്നായി. അല്ലെങ്കിൽ നിന്നെ അവൻ ചീഞ്ഞ മത്തി കുഴഞ്ഞതുപോലെ ആക്കിയേനെ. പണ്ട് റോസ്വില്ലയിലെ ബേക്കറിയിൽ ഹെൽപ്പർ പണിക്ക് വിളിച്ചു നിർത്തിയ ഒരു തെണ്ടി ചെറുക്കനായി ഹെൻറി. പിന്നെ അവിടെയാവൻ വളർന്നത്. ഒടുക്കം ആ മേഴ്സിയോട് അവൻ എന്തോ വൃത്തികേട് കാണിച്ചു. അന്ന് അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതാ. ഇപ്പൊ ഇവിടുത്തെ നമ്പർ 1 ഗുണ്ടയാ. ഓടേ തമ്പുരാനെ പോലും പോവാക്കില്ല. ഞാൻ നീ പേടിക്കണ്ടാ, അവൻ നിന്റെ മേക്കിട്ട് കയറില്ല. എന്നെ അറിയാം ഹെൻറിക്ക്, പറഞ്ഞാ മതി. പിന്നെ നീ ഇനി നടന്ന് കഷ്ടപ്പെടണ്ട. നിനക്ക് എന്റെ ബൈക്ക് വാങ്ങിച്ചു തരാൻ പോവാ. പുത്തന
അത്ര പുത്തനല്ല, എന്നാലും നല്ല കണ്ടീഷനാ. നിനക്ക് ഓടിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ എന്നെ പഠിപ്പിച്ച പൗലോസച്ചനാ, ചോദിച്ചു നോക്കാം, പറപ്പിക്കും ഞാൻ. എന്റെ അല്ല പിന്നെ ആരാണെന്നാണ് വിചാരം? എടാ നമ്മുടെ റോസ്മില്ലേക്ക് കയറി താമസാക്കി മുതലാണ് നമ്മുടെ മച്ചു. ഞാൻ വീണതറിഞ്ഞിട്ട് സന്തോഷിക്കാണല്ലേ? ശാപം കിട്ടൂട്ടോ. തന്നോട് ആരാ പറഞ്ഞ താഴേക്ക് വരാൻ? എത്ര മേളി പോയാലും സമ്മാനം വാങ്ങാൻ താഴെ വന്നേ പറ്റൂന്ന് പൗലോസച്ചൻ പറയാറുണ്ട്. അതെ, ഇച്ചിരി ചോറും കറിയും തരുമോ? ബൈക്കിൽ നിന്ന് വീണോണ്ട് തിന്നാൻ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. നല്ല വേദനയും നല്ല വിശപ്പും. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, സോറി. കണ്ണി ചോര ഇല്ലാത്ത വർത്താനം പറയല്ലേ ഏഞ്ചലെ. എന്റെ കൈയും കാലും ഒന്നും ഉളുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മൂക്കിന് ഒരു കുഴപ്പമില്ല. ഇറച്ചിക്കറിയുടെ മണം എനിക്ക് കിട്ടിയില്ലോ. നന്നായി, തരാൻ മനസ്സില്ല. താനിന്ന് പോ ചേച്ചി. പോവാണല്ലോ. ഞാനിവിടെ പട്ടിണിടന്ന് മരിച്ചു പോയാൽ നാളെ നിങ്ങളെ പോലീസ് പിടിക്കും. ഇവക്കാരെ ഏഞ്ചൽ എന്ന് പേരിട്ടെ. കഷ്ടാണ് ഏഞ്ചൽ, പാവം, വിശന്നിട്ടല്ലേ? വിശക്കട്ടെ. നിനക്ക് എന്താ കുട്ടിയോട് ഇത്ര ദേഷ്യം? ഓഹോ, ഒരുപാട് സിമ്പതി ഒന്നും കാണിക്കല്ലേ. ഒരവസരം വന്ന അവനും ആ സ്വഭാവം കാണിക്കും. ആണല്ലേ വർഗം. ഓരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് നാണം കെടുത്താൻ ചാൻസ് നോക്കിയിരിക്കുന്നവരാ നമുക്ക് ചുറ്റും. അത് മറക്കണ്ട. എത്രയും വേഗം അവൻ ഇവിടുന്ന് മാറാൻ പ്രാർത്ഥിക്ക. അതുവരെ പച്ച വെള്ളം കൊടുക്കരുത് അവന്. എന്നെ കൊല്ലാൻ വന്നവരായാലും സ്നേഹിച്ചിട്ടേ പോളൂന്ന് പൗലോസച്ചൻ പറയും. ആരാ കുട്ടിയുടെ പൗലോസച്ചൻ? വികാരി അച്ഛൻ, രാജകുമാരി പള്ളിയിലെ. ഞങ്ങള് വലിയ കമ്പനിയാ. സത്യം പറഞ്ഞാൽ നാട്ടിലെ പള്ളി പണിയാനുള്ള പകുതിയോളം കാശ് കൊടുത്തത് എന്റെ ഡാഡിയാ. ആ ബഹുമാനം നാട്ടുകാർക്കുണ്ടേ. നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്റെയാ, ബത്ലഹേം. എന്റെ മമ്മിയിട്ട പേരാ. കൊള്ളാവോ? എനിക്ക് ഈ സൈമച്ചായന്റെ ചെമ്മീൻ കമ്പനി ജോലി ചെയ്തോ ഹോട്ടലിൽ ഗിറ്റാർ വായിച്ചോ കാശുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഡാഡിയുടെ കയ്യിൽ പൂത്ത കാശാണേ. പക്ഷേ ഞാൻ അതിന് തൊടുകയില്ല. സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിന്റെ സുഖമൊന്നും വേറെ അല്ലേ? ഏഞ്ചലെങ്ങാനും ഇപ്പൊ കയറി വരൂ. നിങ്ങൾക്ക് വെറുതെ വഴക്ക് കേൾക്കണ്ട. ഏഞ്ചൽ വരാൻ ലേറ്റ് ആവും. ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ പോയിരിക്കാൻ, അനിമയ്ക്കുള്ള മെഡിസിൻ വാങ്ങാൻ. ഈ ആനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. വെറുതെ മടി പിടിച്ചിരിക്കാനുള്ള ഓരോ അടവുകളും. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നോ എബി, അതെടുക്കണ്ട. ഞങ്ങൾ പോലും അതിൽ ടച്ച് ചെയ്യുന്നത് ഏഞ്ചലിന് ഇഷ്ടമല്ല. അത് അവളുടെ ജീവനാ. റോസിന്റെ വയലിനാ, ഏഞ്ചലിന്റെ മമ്മിയുടെ. ഹേ, ഇതൊന്നും ആരുടെയും സ്വന്തമല്ല. സ്വന്തമാക്കി വെക്കാനും കഴിയില്ല. മ്യൂസിക് അറിയുന്ന എല്ലാവർക്കും ഇത് സ്വന്തമാ. പൗലോസച്ചൻ പറയാറുണ്ട്, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു മന്ത്രം മരുന്നുണ്ടെന്ന്. മരണത്തിൽ നിന്ന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സൂത്ര മരുന്ന്. ആ മന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മാജിക് സ്റ്റിക്കാണ് വയലിൻ. നോയിക്കോ, ആനിയമ്മയുടെ അസുഖം ഞാൻ മാറ്റാൻ പോവാ. നോക്കാം. അത് വെറുതെ ചീത്തയാക്കണ്ട.
താങ്ക് യു താങ്ക് യു. നൈസ്. ശരി. സോറി, ഇയാളുടെ വയലിനെടുത്തതിന് ഇതിനകത്ത് കയറിയതിന് രണ്ടിനും സോറി. ഇത് എന്നെ ഇടപാടാ ചേട്ടാ ഈ കാണിക്കുന്നേ? മനുഷ്യനിപ്പോ വീണ് ചത്തേനല്ലോ. കുടുംബത്തോട്ട് അങ്ങ് തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞാന്നോ കാലത്തെ വണ്ടി എടുത്തോണ്ട് പോന്നേ? എന്റെ മാതാവേ, മുട്ടാൻ നിക്കണ്ടടാ കൊച്ചെ. അലമ്പ് പാർട്ടീസാ, കണ്ടാലറിയാം. അല്ലേ? വിട്ടോണം, വിട്ടുപോയിക്കോണം റോസ്വില്ലെന്ന് ഇന്ന് തന്നെ. അതെന്റെ കളമാണ്. അവിടെ ഇറങ്ങി കളിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായടാ? ഇല്ലെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയും. ഇയാളാരാ? അത് സൈമച്ചായം പറയുമ്പോ ഞാൻ ഉള്ള ജീവൻ കായല് കളയാണ്ട കുടുംബത്തിൽ പോകാൻ നോക്കണം. പന്നിയുടെ മക്കളെ പൈക്കണ്ടൊക്കെ അവിടുന്ന്. ഓ, ഇതൊന്നും ഓർത്ത് വെറുതെ നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. എനിക്കിതൊക്കെ ശീലമാണ്. പിന്നെ തല്ലും കൊണ്ടിരിക്കുമ്പോ തിന്നാൻ ഇതുപോലെ ആപ്പിള് കിട്ടാറില്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോളൂ. സൈമൺ അങ്കിളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഓ പിന്നെ, എന്നിട്ട് വേണം പുള്ളി ജില്ല വിട്ടു പോകാൻ. അങ്ങേരുടെ പേര് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ചവിട്ട് കിട്ടിയത്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും. ഏഞ്ചൽ, ഞാൻ ഇവിടുന്ന് മാറിയാലോന്നാ. വെറുതെ എന്നാത്തിന് ഓരോരോ പ്രശ്നങ്ങള്. പേടിയുണ്ടോ? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് വെറുതെ. എബി ഇവിടുന്ന് മാറി താമസിച്ചതുകൊണ്ട് ഈ പ്രോബ്ലം ഒന്നും തീരുന്നില്ല. ഈ സിറ്റുവേഷനിൽ താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ ജയിക്കുന്നത് ഹെൻറി ആയിരിക്കും. കർത്താവ് തമ്പുരാൻ കുരിശേ കിടന്ന കിടപ്പ് നീ ഓർക്കുന്നുണ്ടോ? എന്നാ അതുപോലൊരു കുരിശേ നിന്നെ കിടത്ത് വന്നാ അവൾ ആ പറഞ്ഞു വെച്ചും പോയതിന്റെ അർത്ഥം. എന്റെ കൊച്ചെ, നമുക്ക് നല്ല അന്തസ്സുള്ള അടി നാട്ടിൽ നിന്ന് കിട്ടത്തില്ലയോടാ. ഇവിടെ വന്ന് കിടന്ന് കണ്ട കൊണ്ട തല്ലു കൊള്ളണോ? എടാ, അവളതൊക്കെ പറയും. അവക്ക് വരും ഡയലോഗ് സീനിലേ ഉള്ളൂ. സംഘടന സീനി നമ്മളാ. ഓ, നീ നേരം കളയാതെ ഇവിടുന്ന് മാറാൻ നോക്ക്. ഇല്ലടാ ജോസേ, ഇനി ഏഞ്ചലും ഈ വീട്ടിലെ ആ പാവം ആന്റിമാരും ആരുടെ മുന്നിൽ തോക്കരുത്. എന്നതാ നിന്റെ മനസ്സിൽ? പ്രേമം. അപ്പൊ ഇവൻ ഏഞ്ചലിനോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊള്ളാം. ഇച്ചായ വിചാരിക്കണ പോലെ അതങ്ങനെ ഒരു ഇഷ്ടമല്ല ഇച്ചായ. എനിക്ക് അവളോട് സ്നേഹമാണോ ബഹുമാനമാണോ ആരാധനയാണോ അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഏഞ്ചൽ അടുത്ത് വരുമ്പോ എന്നോട് മിണ്ടുമ്പോ ചിരിക്കുമ്പോ എന്തോ ഒരു ഇത്. ഈ ഫീലാണ്ട യഥാർത്ഥ ലവ്. പരസ്പരം പ്രണയിക്കാൻ ദൈവം തരുന്ന സിഗ്നലാണത്. ഡിവൈൻ ലവ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഏഞ്ചൽ അറിയാൻ പാടില്ല ചായ. അറിഞ്ഞ മറ്റെല്ലാവരെയും പോലെ ഞാനും അവരെ കുറിച്ച് ചിന്തിച്ചെന്ന് അവർ വിചാരിച്ചാലോ? ആ വീട്ടിലെ സ്നേഹവും സ്വാതന്ത്ര്യവും നഷ്ടമാവരുത് എനിക്കൊരിക്കലും. ഓ കുന്തം. പിന്നല്ലാതെ ദേഷ്യം വരുത്തില്ലയോ?
നിനക്കിനി ഇങ്ങനെ ദേഷ്യം വരണ്ട. ഇനി വന്നാ തന്നെ ഈ കുപ്പിയല്ല തീർക്കാൻ വേണ്ട. അല്ല ഞാൻ എടാ ഏബിക്കുട്ട, ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ ഒറ്റത്തരയായിട്ട് ജീവിക്കുന്നത് നിനക്കറിയാവോ? അത് പെണ്ണ് കിട്ടാഞ്ഞിട്ട്. എനിക്കോ? പിന്നെ നിനക്ക് എന്തറിയാം? ഈ കൊച്ചിയിലെ സകല സുന്ദരിമാരുടെയും തന്തമാരും ആങ്ങളമാരും ഒരു കാലത്ത് ഈ സൈമന്റെ വീടിന് മുമ്പ് ക്യൂ നിൽക്കുകയായിരുന്നു. ക്യൂ. ഓ പിന്നെ ഇച്ചായന്റെ വീട് ബിവറേജസ് അല്ലയോ കാലത്തെ വന്ന് ക്യൂ നിൽക്കാൻ. പോടാ പുല്ലേ. എബി, പ്രണയം ഒരിക്കലും കൈവിട്ട് കളയരുത്. ആ നഷ്ടം പിന്നീട് ഒരിക്കലും നമുക്ക് നികത്താനാവില്ല. നിന്റെ ഏഞ്ചൽ അവൾ നല്ല കുട്ടിയാ. ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രം അനുഭവിച്ചൊരു പാവം പെൺകുട്ടി. സത്യത്തിൽ എന്താ റോസുല്ലെ സംഭവിച്ചത്? അതൊരു കഥയാ. റോസിനെ പീറ്റർ വിവാഹം ചെയ്തതോടെയാണ് ആ വീട്ടിൽ ദുരന്തങ്ങൾ തുടങ്ങിയത്. ആദ്യം പീറ്ററിനോട് പിണങ്ങി ജൂഡ്സൺ, ആനിയുടെയും മേഴ്സിയുടെയും ബ്രദർ, അവൻ നാട് വിട്ടുപോയി. പിന്നീട് അവരുടെ ഡാഡി ഫിലിപ്സ് ആയപ്പോൾ മരിച്ചു. അതോടെ റോസ്വില്ലയുടെ ഭരണം മുഴുവൻ പീറ്ററിന്റെ കയ്യിലായി. അവനൊരു ഫ്രോഡായിരുന്നു, മൂക്കുടിയൻ. ആ സംഭവം നടന്ന ദിവസം ഏഞ്ചലിന്റെ 8ാമത്തെ മറ്റേ ബർത്ത്ഡേ ആയിരുന്നു. നീയും നിന്റെ മമ്മിയെ പോലെ എന്നെ ഡിസ്റ്റർബ് ചെയ്യണോ? Go inside. Rose! Rose! Hey, Rose! Damn it! This is too much. നിനക്കെന്താ വിളിച്ചാ വിളി കേട്ടൂടെ? What do you want? I want little water. കുടിച്ചത് മതി. ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ നടക്കുക. ഗസ്റ്റുകൾ വരും. പ്ലീസ് പീറ്റർ, ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. I know my dear. ഏഞ്ചലിന്റെ ബർത്ത്ഡേ I know. ബട്ട് അതിനേക്കാൾ വലിയൊരു സെലിബ്രേഷനിലാണ് ഞാൻ. യുനോ, മേഴ്സിയുടെ മാരേജ് ഫിക്സ് ചെയ്തതിന്റെ. Peter!